ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ഭോജ്യത്തിൽ നാം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു വിവാദ വിഷയമാണ്. സ്വയംഭോഗം ഇത് വേറൊരു ശീലമാണോ അതോ ആത്മീയ രോഗമാണോ? മനസ്സിലാക്കിയിരിക്കുന്നത് വളരെ നല്ലതാണ്. ഈ വിഷയം പഠിപ്പിക്കാൻ ദൈവം തന്നെ ഒരു വ്യക്തിയെ തിരഞ്ഞെടുത്ത് ചില വെളിപ്പെടുത്തലുകൾ കൊടുത്തതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതാണൊരു ജെസിക്ക രോഗം ബാധിച്ച് ഇങ്ങനെ കിടന്നപ്പോൾ, സാധാരണ ഒരു രോഗം, പനി പോലത്തെ ഒരു രോഗം. ഇത് കഴിഞ്ഞപ്പോൾ ജെസിക്കയെ ആ രോഗം മൂർച്ഛിച്ച് അവളൊരു അബോധാവസ്ഥയിലേക്ക് പോകുന്നത് പോലെ ആ സമയത്ത് ഇവിടെ ഒരു സ്വപ്നത്തിലൂടെ ദൈവം കടത്തിക്കൊണ്ട് പോവുകയാണ്. ഇവളുമായിട്ട് യേശു ഒരു യാത്ര നടത്തുന്നു, ഉന്നതങ്ങളിലേക്ക് പോകുന്നു. അതുപോലെ തന്നെ അവിടെ നിന്നുകൊണ്ട് ഭൂമിയിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നു. നോക്കിയപ്പോൾ അവൾ കണ്ടൊരു കാര്യം, ചില വ്യക്തികളുടെ ചുറ്റും നല്ല പ്രകാശ വലയം, വേറെ ചില വ്യക്തികളുടെ ചുറ്റും കാർമേഘം പോലെ ഇങ്ങനെ ഇരുണ്ട് കിടക്കുന്നു. ജെസിക്ക ചോദിച്ചു, ഇതെന്താ ഈ വ്യത്യാസം? അപ്പോൾ കർത്താവ് പറഞ്ഞു കൊടുത്ത ഒരു കാര്യമാണ്, ഈ കാർമേഘം ആരുടെ ചുറ്റുമാണെന്നറിയോ? സ്വയംഭോഗം, അതിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന വ്യക്തികൾ, അവരെ അതിൽ ബന്ധിച്ചിട്ടിരിക്കുന്ന പിശാച് കൊണ്ടുവരുന്ന ഒരു കാർമേഘം. അല്ലാത്തവര് പ്രകാശത്തിൻ്റെ മക്കളായി ജീവിക്കുന്നു. അതുകൊണ്ടാണ് അവർക്ക് ചുറ്റും ആ പ്രകാശ വലയം. നമ്മൾ ഇതിനു മുമ്പ് ഒരു എപ്പിസോഡിൽ ചിന്തിച്ചതാണ് ഗ്ലോറിയ പോളോ. അവർക്കിതുപോലെ ഒരു ഫിസിക്കൽ ഡെത്ത് സംഭവിച്ചെങ്കിലും ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ട അവസ്ഥയിൽ ഈ ആത്മാവിന് യേശു സ്വർഗം നരകം ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് അവസാനം അതേ ശരീരത്തിൽ വീണ്ടും പ്രവേശിപ്പിച്ചു. അപ്പോൾ വീണ്ടും ജീവനുള്ള വ്യക്തിയായി. അതിനുശേഷം അവർക്ക് കിട്ടിയ ചില ബോധ്യങ്ങൾ, ദൈവം വെളിപ്പെടുത്തി കൊടുത്ത ചില കാര്യങ്ങൾ, അത് കുമ്പസാരത്തെക്കുറിച്ചാണ്. ഇവിടെ ജെസിക്കായ്ക്ക് കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത കാര്യങ്ങൾ ഈ സ്വയംഭോഗം അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരൻ, അവൻ പറഞ്ഞത്, ഞാൻ കുമ്പസാരിച്ചാൽ എനിക്ക് ഒരു കുർബാന സ്വീകരണം നടത്താനേ പറ്റൂ. എന്താണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത്, കുർബാനയ്ക്ക് തൊട്ട് മുമ്പായിരിക്കും ഞാൻ കുമ്പസാരം നടത്തുക. അത് കഴിഞ്ഞ് ആ കുർബാനയിൽ പങ്കെടുക്കും, കുർബാന സ്വീകരിക്കും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ ഓവറായിട്ട് ഫുഡ് കഴിക്കും. അവന് ഭക്ഷണം കൺട്രോളില്ല. അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെങ്കിൽ ആവശ്യത്തിലേറെ കഴിക്കും. കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് സ്വയംഭോഗം ചെയ്യണമെന്നുള്ള ആ ഒരു ടെൻഡൻസിയാണ്. അത് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു പ്രാവശ്യമല്ല, ഒന്നിനു പുറകെ ഒന്നായിട്ട് അങ്ങനെ ചെയ്യും. അത് കഴിയുമ്പോൾ അവന് പിന്നെ ഒരു കുറ്റബോധമാണ്, കുർബാന സ്വീകരിക്കാനായിട്ട് അവന് തോന്നാറില്ല. അതുകൊണ്ടാണ് പറഞ്ഞ് ഒരു കുമ്പസാരം കൊണ്ട് ഒറ്റ കുർബാന സ്വീകരണം നടക്കത്തുള്ളൂ. ഇനി അതിൻ്റെ പിന്നിൽ കാരണമായി നിന്നത് ഈ സ്വയംഭോഗം എന്നുള്ള ആ ഒരു അടിമത്തം, അതിൻ്റെ ആ ഒരു ബന്ധനമാണ് എന്നുള്ളത് അവൻ തന്നെ ഏറ്റുപറഞ്ഞ ഒരു കാര്യമാണ്. ജെസിക്കായ്ക്ക് ഈ ഒരു യാത്രയിൽ ദൈവം ചില വ്യക്തികളെ കാണിച്ചു കൊടുത്തു, അവരുമായി ബന്ധപ്പെട്ട കാര്യവും കാണിച്ചു കൊടുത്തു. അതെല്ലാം സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു 40-കാരി, അവളുടെ കാര്യം പറഞ്ഞത് ചെറുപ്പത്തിൽ തുടങ്ങിയ ദുശീലമാണ്. വയസ്സ് 40 അത് മാറിയിട്ടില്ല. ആ ഒരു ശീലം അത് തുടരുകയാണ് എന്നുള്ള ആ ഒരവസ്ഥ. ഒരു 30-കാരിയെ കാണിച്ചു കൊടുത്തു. ഏകാന്തതയും മനസ്സിൻ്റെ പിരിമുറുക്കവും മാറാനായിട്ട് തുടങ്ങി വെച്ചതാണ് ഈ സ്വയംഭോഗം. ഞാൻ പറഞ്ഞല്ലോ, ചിലർക്കിത് വിവാദ വിഷയമാകാം. ചിലർ പറയണത് നമ്മുടെ മനസ്സിൻ്റെ പിരിമുറുക്കം മാറാൻ ഇതൊക്കെ വേണം. ഇനി പിരിമുറുക്കം മാറി അവസാനം ഇതിൻ്റെ അടിമത്തത്തിലേക്ക് പോയി തലകറക്കമായി മാറിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ആത്മനാശത്തേക്കാൾ വലിയ നഷ്ടമുണ്ടോ? ഇനി അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോലും നയിക്കപ്പെട്ട വ്യക്തികളെ നമുക്ക് കാണാൻ പറ്റും. വേറൊരു 20-കാരൻ പറഞ്ഞൊരു കാര്യം, ഞാൻ എന്ന് ഈ പാപത്തിൽ വീണാലും എനിക്ക് കുറ്റബോധമാണ്. ഇതിനകത്തുനിന്ന് മോചനം പ്രാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്, എനിക്ക് പറ്റുന്നില്ല. ഈ ഒരു പാപത്തിൽ വീണ് കഴിയുമ്പോൾ അസാധാരണമായിട്ടുള്ള കുറ്റബോധം എന്നെ വേട്ടയാടുന്നു. ഇങ്ങനെയുള്ള വ്യത്യസ്ത പ്രായക്കാരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ജെസിക്കായ്ക്ക് കർത്താവ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തി കൊടുക്കുകയായിരുന്നു. ഈ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇന്നും ഏതാണ്ട് ഇതേ ഒരു ബോണ്ടേജ്, ഒരു അടിമത്തം ഈ സ്വയംഭോഗത്തിന് ഉണ്ട് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇതിൻ്റെ ചില ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. മുൻകോപം, ഡിപ്രഷൻ, അതുപോലെ തന്നെ ബന്ധങ്ങൾ മുറിയുന്ന അവസ്ഥ. ചിലർക്ക് ഇതിൻ്റെ അടിമത്തം വന്നു കഴിയുമ്പോൾ വീട്ടുകാരുമായിട്ടുള്ള ബന്ധം പോലും അത് നഷ്ടമാകുകയാണ്. പിന്നെ പ്രാർത്ഥന തളർന്നു പോകാം. അശ്ലീല പടങ്ങൾ, വീഡിയോകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അമിതമായിട്ട് അവർ മോഹിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ഏർജ് അവരുടെ ഉള്ളിലുണ്ടാകും. ആത്മീയ വളർച്ചയേക്കാൾ ജഡസുഖത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു ജീവിതമായിരിക്കും അവരുടെ ജീവിതം. ഇതിൻ്റെ എല്ലാം പിന്നിൽ കാരണമായിട്ട് നിൽക്കുന്നത്
ഈ ഒരു സ്വയം ഭോഗത്തിൻ്റെ ആ ഒരു അടിമത്തം അത് ഒരാത്മീയ രോഗമായി മാറിയിരിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ വചന വെളിച്ചത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യമല്ലോ വചനത്തിൽ പറയപ്പെട്ടിട്ടുണ്ടോ? ഉൽപ്പത്തി 38 9-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഓനാൻ, അത് യൂദായും താമാറും എന്ന ഒരു തലക്കെട്ടാണ് അവിടെ നമുക്ക് കിട്ടുക. അതിൽ യൂദായുടെ മക്കളാണ്, 3 മക്കളിൽ ഒരാളാണ് ഓനാൻ. അവൻ ബീജം നിലത്ത് വീഴ്ത്തി അത് ദൈവത്തിന് അനിഷ്ടമായി അവനെ മരണത്തിലേക്ക് നയിക്കുന്ന ഒരു രംഗം ഈ അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഗലാത്യർ 5:16 ജഡമോഹങ്ങളെ ഒരിക്കലും തൃപ്തിപ്പെടുത്തരുത്. ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ തൃപ്തിപ്പെടുത്തുന്നത് ജഡമോഹത്തെ അല്ലേ? അതുപോലെ തന്നെ റോമ 8:4-ാമത്തെ വചനവും 13-ാമത്തെ വചനം എടുത്താൽ ജഡികരായി ജീവിക്കേണ്ടവർക്ക് ജഡികരായി ജീവിക്കാം, പക്ഷെ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? അവർ തീർച്ചയായും മരിക്കും. അതാണ് ഈ 2 വചനങ്ങൾ നമ്മളെ പഠിപ്പിക്കുക. 1 തെസ്സലോനിക്ക 4-ാം അധ്യായം 4 മുതൽ 7 വരെ വായിച്ചു കഴിഞ്ഞാൽ വിജാതീയർ ചെയ്യുന്നൊരു കാര്യമാണ് കാമവികാരങ്ങൾക്ക് അടിമപ്പെടുക, വിധേയരാവുക. നമ്മൾ വിജാതീയരല്ല, ദൈവത്തിൻ്റെ മക്കളാണ്. അപ്പം അതുകൊണ്ട് തന്നെ വിജാതീയർ ചെയ്യുന്ന പ്രവൃത്തികൾ ദൈവമക്കൾ ചെയ്യരുത് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. റോമാലേഖനം 6-ാം അധ്യായം 12-ാമത്തെ വചനം, ജഡമോഹം നിന്റെ ജീവിതത്തെ ഭരിക്കുന്ന ആ ഒരവസ്ഥ ഉണ്ടാകരുത്. അതിന് ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കാനായിട്ട് നമ്മുടെ ജഡമോഹത്തെ തൃപ്തിപ്പെടുത്താതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ളത് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഈ സ്വയംഭോഗ ചങ്ങല പൊട്ടിക്കാൻ മാർഗമുണ്ടോ? ചിലർ ഇതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല, ഇത് പൊട്ടിക്കാൻ പറ്റും. ഈ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റും. അതിന് നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. 1, നമ്മുടെ ഇഷ്ടങ്ങളെ നിയന്ത്രിക്കാൻ തയ്യാറാകണം. 1 കൊരിന്തോസ് 6:12 വായിച്ചാൽ അനുവദനീയമായ പല കാര്യങ്ങളുണ്ട്, പക്ഷെ അതെനിക്ക് പ്രയോജനപ്രദമല്ല, അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകത്തില്ല. അതാണ് പൗലോസ്ലീഹ പറഞ്ഞത്. അപ്പം അനുവദനീയമല്ലാത്തതുകൂടെ നമ്മൾ ചെയ്യാൻ നോക്കുകയാണെങ്കിലോ? രണ്ടാമത്തേത്, പ്രലോഭനങ്ങളെ ചെറുത്ത് നിൽക്കണം. പ്രലോഭനം വരും, ഏത് പ്രായക്കാർക്കും പ്രലോഭനം വരാം, ഏത് ജീവിതാന്തസ്സുകാർക്കും പ്രലോഭനം വരാം. അതിനെ ചെറുത്ത് നിൽക്കണം. അത് യാക്കോസ്ലീഹ 4-ാം അധ്യായം 7 മുതൽ വായിച്ചാൽ സാത്താനെ ചെറുത്താണ് നമ്മൾ തോൽപ്പിക്കേണ്ടത്. ദൈവത്തോട് ചേർന്ന് നിൽക്കുകയും ചെയ്യണം. മറ്റൊന്ന്, കുമ്പസാരത്തിൽ നമ്മൾ പാപങ്ങൾ ഏറ്റു പറയണം. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന കൃപ ചെയ്തു പോയ പാപത്തിന് പരിഹാരമാകും. ഇനി മുമ്പോട്ട് പാപത്തിൽ വീഴാതിരിക്കാനുള്ള ഒരു കൃപ അവിടെ നമുക്ക് ലഭിക്കുന്നു. പാപ സാഹചര്യങ്ങളെ നമ്മൾ ഒഴിവാക്കാൻ എപ്പോഴും പരിശ്രമിക്കണം. ഒരു പ്രഭാഷകൻ 21 2-ാമത്തെ വചനം, സർപ്പത്തിൽ നിന്നെന്നതുപോലെ പാപത്തിൽ നിന്ന് ഓടിയകലണം. നമുക്കറിയാലോ, പോണോഗ്രഫി പോലുള്ള കാര്യങ്ങൾ അത് നമ്മൾ എൻ്റർടൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ പാപത്തിൽ ചെന്ന് നിബന്ധിക്കും. പാപ സാഹചര്യങ്ങൾ ഒഴിവാക്കാനുള്ള ഒരു ദൃഢനിശ്ചയമുള്ളവർക്കാണ് ഈ ചങ്ങല പൊട്ടിച്ച് പുറത്തു വരാനായിട്ട് സാധിക്കുക. നമുക്ക് ആ ഒരു ബോധ്യത്തോടു കൂടി ഈ ഒരു വിപത്ത് നമ്മളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ മോചനം പ്രാപിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വിപത്തിൻ്റെ അടിമത്തത്തിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രതിഷ്ഠാ ജപത്തിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ദൈവത്തിൻ്റെ വചനം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്തവരാണ് നമ്മൾ. ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദത്തിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങുന്നു. നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിച്ച് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് യാചിക്കുക. നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവ് കൈക്കൊള്ളുന്നു എന്ന വിശ്വാസത്തോടെ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മറ്റൊരു എപ്പിസോഡുമായി നാളെ വീണ്ടും നമുക്ക് ഒന്നിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.